നമസ്കാരം, സതീഷ് രാജ്. ഞാനിപ്പോൾ മധൂർ ക്ഷേത്രത്തിലാണുള്ളത്. കുമ്പളസീമയിലെ അടൂർ, മധൂർ, കാവ്, കാണിപ്പുരം എന്ന 4 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധൂർ ശ്രീ മദനേന്ദ്ര സിദ്ധിവിനായക ക്ഷേത്രം. ശ്രീ ക്ഷേത്രത്തിൽ ഈ വരുന്ന മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി നമ്മളിവിടെ ഒരു വീഡിയോ ഇട്ട്, ഇപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഈ വീഡിയോ കണ്ടവരെല്ലാവരും ഒരു ലൈക്ക് കൊടുക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ മധൂർ ക്ഷേത്രത്തിലുണ്ട്. എൻ്റെ ഫ്രണ്ട് അശ്വത്തുണ്ട്, അവന് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഷമാണ്. നല്ല ഇതാക്കിയിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് കൊത്തി ഉണ്ടാക്കിയ ദ്വാരയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മധൂർ ക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സും പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര പ്രധാന ദ്വാരയിൽ പ്രവേശിക്കുമ്പോൾ ഓടിട്ടൊരു പന്തലുണ്ട്. ഇത് ബാരിക്കാട് കണ്ടത്തിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ബസ്സാണ്. ഇവിടെ സമാധാനം ചെയ്യുന്നവർക്ക് വെള്ളം വിതരണം ചെയ്യുന്നതാണ്. ക്ഷേത്ര സഭാഭവനത്തിലേക്ക് കയറുന്ന സ്റ്റെയർ കേസിൻ്റെ ഫിനിഷിംഗ് വർക്കാണ്. ഇത് ക്ഷേത്ര സഭാഭവനാണ്. ടൈൽസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്ന് സമാധാനത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായി. പല ദിക്കുന്നായിട്ട് ഒരുപാട് ആൾക്കാർ എത്തിയിരിക്കുകയാണ്. ഇത് ക്ഷേത്ര സേവാ കൗണ്ടറാണ്. ശ്രീ ക്ഷേത്ര സേവാ കൗണ്ടറിന് മുന്നിലായിട്ട് പുതുതായിട്ട് നിർമ്മിച്ച ശ്രീ വീരഭദ്ര ഗുഡിയാണ് ഇത് ക്ഷേത്ര ആറാട്ടുകുളമാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണിത്. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള മധുവാഹിനി പുഴയാണ്. മഴക്കാലത്തൊക്കെ ഈ സ്റ്റെപ്പ് കയറി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറലുണ്ട്. ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രീ ക്ഷേത്രത്തിലെ പ്രധാന പ്രവേശന ദ്വാരയാണ്. ഇത് പ്രധാന പ്രവേശ കവാടമാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വഴിയാണ്. ഇത് ശ്രീ ക്ഷേത്രത്തിലെ കൊടിമരമാണ്. ഇത് ശ്രീ ക്ഷേത്രത്തിൽ നൈവേദ്യം അതുപോലെ അപ്പം ഉണ്ടാക്കുന്ന അപ്പക്കൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ഡൊണേഷൻ കൗണ്ടർ ഉണ്ട്. ഇത് ശ്രീ കാശി വിശ്വനാഥ ദൈവത്തിൻ്റെ ഒരു ഗുഡിയാണ്. ഇത് ശ്രീ സിദ്ധിവിനായക ദൈവത്തിൻ്റെ ഗുഡിയാണ്. ഇത് ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഗുഡിയാണ്. ഇത് ശ്രീ ക്ഷേത്രത്തിൽ 128 നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം നടക്കുന്ന യാഗസ്ഥലമാണ് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, സീറ്റ് പന്തൽ. ഇത് ശ്രീ ദുർഗാ പരമേശ്വരി ദൈവത്തിൻ്റെ ഗുഡിയാണ്. ഇത് ശ്രീ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശോത്സവ സമയത്ത് കലശം വെക്കുന്ന സ്ഥലമാണ്. ഇത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഗുഡിയാണ്. ഇത് ശ്രീ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് താൽക്കാലിക ബാലയത്തിൽ വെച്ചിരിക്കുകയാണ്. ശ്രീ ധർമ്മശാസ്താവ്, ശ്രീ ദുർഗാ പരമേശ്വരി, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. ഇത് ശ്രീ അംസരൂപി സദാശിവ ദൈവത്തിൻ്റെ ഗുഡിയാണ്. അതുപോലെ താൽക്കാലിക ബാലയത്തിൽ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇത് ശ്രീ ക്ഷേത്ര തീർത്ഥക്കിണറാണ്. ഇതിൻ്റെ അകത്താണ് ശ്രീ ക്ഷേത്രത്തിലെ തീർത്ഥക്കിണർ. ഇവിടെയാണ് ഭക്തജനങ്ങൾക്ക് തീർത്ഥപ്രസാദം നൽകുന്നത്. ഇത് ശ്രീ ക്ഷേത്ര ബ്രഹ്മകലശോത്സവ സമിതിയുടെ ഒരു കൗണ്ടറാണ്. ഇത് ശ്രീ ക്ഷേത്രത്തിലെ പ്രധാന ഗുഡിയാണ്, ശിവഭഗവാന്. ശ്രീ ക്ഷേത്ര നമസ്കാര മണ്ഡപമാണ്. ഇത് ക്ഷേത്രത്തിൽ ഭക്ഷണം നൽകുന്ന ചേച്ചിമാരാണ്. ഇന്നത്തെ ദിവസം ഇവരാണ് ഭക്ഷണം നൽകുന്നത്. മധൂർ ക്ഷേത്രത്തിൽ നമ്മോട് സഹായിച്ച 2 ആളുകളാണ്, പ്രവീൺ ഭട്ട് അതുപോലെ ഗോവിന്ദ ഭട്ട് പറക്കില. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഇവരോട് നന്ദി അറിയിക്കുകയാണ്. ഉത്സവത്തിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ പാർക്കിങ്ങിന് സ്ഥലം ഇവിടെയാണ്. ഉത്സവ ദിവസം ഭക്ഷണം വിതരണം ചെയ്യുന്നത്, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നത്
ഇവിടെയാണ്. മധൂർ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് പാർക്കിംഗ് സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക.